ബിഗ് ബോസ് മലയാളം സീസൺ 6 രൂപം കൊണ്ട സൗഹൃദമാണ് ജാസ്മിൻ ജാഫറിന്റെയും ഗബ്രി ജോസിന്റെയും. ആ സൗഹൃദം തന്നെയാണ് ഹൗസിലായിരുന്നപ്പോൾ ഇരുവരുടെയും മത്സരത്തെ ബാധിച്ചതും. കണ്ടുമുട്ടി 2-ാം ദിവസം മുതൽ അടുത്ത സുഹൃത്തുക്കൾ എന്ന പോലെയായിരുന്നു ഗബ്രിയും ജാസ്മിനും പെരുമാറിയിരുന്നത്. മാത്രമല്ല പതിയെ ഇരുവരും ഒരു കോംബോയായി ടീമായി രൂപം പ്രാപിച്ചാണ് ടാസ്കുകളെല്ലാം കളിച്ചിരുന്നത്. പലപ്പോഴും സൗഹൃദം പരിധി വിട്ടു പോകുന്നുവെന്ന തോന്നൽ പ്രേക്ഷകർക്കും സഹമത്സരാർത്ഥികൾക്കും തോന്നിത്തുടങ്ങിയതോടെ വിമർശനങ്ങൾ ഉയരാൻ തുടങ്ങി. 50 ദിവസം മാത്രമാണ് ഗബ്രിക്ക് മത്സരത്തിൽ നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് കാരണവും ജാസ്മിനുമായുള്ള സൗഹൃദമാണ് എന്നാണ് വിമർശകർ അന്ന് പറഞ്ഞിരുന്നത്. മകളുടെ ഗെയിം ഗബ്രി കാരണം നശിക്കുന്നുവെന്ന തോന്നൽ ജാസ്മിന്റെ പിതാവിനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ജാസ്മിന്റെ ഉപ്പ പലപ്പോഴായി പലരോട് പറയുകയും ഗബ്രിയെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. ഗ്രാൻഡ് ഫിനാലെ അടുത്തപ്പോഴും ജബ്രി ജോഡികൾക്കാണ് ഏറ്റവും വിമർശനം നേരിടേണ്ടി വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഫിനാലെയിൽ 3-ാം സ്ഥാനം നേടാൻ മാത്രമാണ് ജാസ്മിന് സാധിച്ചത്. മാത്രമല്ല ജാസ്മിന്റെ കുടുംബം വരെ എതിർത്ത സ്ഥിതിക്ക് ഇരുവരും ഷോ അവസാനിക്കുമ്പോൾ 2 വഴിക്ക് പിരിഞ്ഞു പോകുമെന്നാണ് പ്രേക്ഷകരും ആരാധകരും കരുതിയിരുന്നത്. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. ഇപ്പോഴും ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ്. ബിഗ് ബോസിന് ശേഷം കൊച്ചിയിൽ ഫ്ളാറ്റ് എടുത്ത് സെറ്റിൽഡാണ് കൊല്ലംകാരിയായ ജാസ്മിൻ. ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷം ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾക്കും പ്രൊമോഷൻ പരിപാടികൾക്കും ജബ്രി കോംബോയെയാണ് എല്ലാവരും തന്നെ ക്ഷണിക്കുന്നത്. ജബ്രികൾ ഉദ്ഘാടനത്തിന് പോകുന്നത് വരെ കേരളക്കര ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.